എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു തരം ജ്യോത്സ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ജ്യോത്സ്യം പറയുന്നത് ശരിയുമാവാം തെറ്റുമാവാം. മാത്രവുമല്ല, 80 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങൾക്ക് 1,00,000 ആളുകളുടെ ഇന്ന് എടുത്താൽ പോലും അതത്ര കൃത്യമായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, നമ്മുടെ സംസ്ഥാന തലങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് അവസ്ഥ എന്നതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ എക്സിറ്റ് പോൾ റിസൾട്ടിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഇപ്പോൾ എക്സിറ്റ് പോളിന്റെ ഒരു ട്രെൻഡ് വെച്ച് നമുക്ക് പറയാം. ആ ട്രെൻഡിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്നും 400 എത്തില്ലെങ്കിലും ഒരു 350-നടുത്ത് NDA സഖ്യം വരും എന്നുമാണ് മിക്കവാറും എല്ലാ സർവേകളും, ഇതുവരെ ഞാൻ കണ്ട എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. അത് സംഭാവ്യമല്ല എന്ന് പറയാൻ പറ്റില്ല, അത് സംഭാവ്യമായേക്കാം. പക്ഷെ അതിൻ്റെ എണ്ണത്തിൽ ഇനിയും വ്യത്യാസം വന്നേക്കാം. സംസ്ഥാനങ്ങളിലെ ചെറിയ ട്രിക്കി ആയിട്ടുള്ള ചില സിറ്റുവേഷൻ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, അതും വന്നേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിൽ വലിയ തോതിൽ BJP മുന്നേറും എന്ന് പറയുന്നു. നമുക്കത് അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് സമാനമായി ഇപ്പോൾ BRS എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്നു. അവിടെ ആ സ്ഥാനം BJP എടുക്കുന്നു. തെലങ്കാനയിൽ, മഹാരാഷ്ട്രയിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകും എന്ന് കരുതി ഉണ്ടാകുന്നില്ല. ബീഹാറിൽ പോലും പല ചാനലുകളും പറയുന്നത് NDA സഖ്യത്തിനാണ് മേൽക്കൈ എന്നാണ്. ഇത് അപ്രതീക്ഷിതമാണ്, യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും ഇതൊരു ട്രെൻഡായി നമ്മൾ കണ്ടാൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നേറ്റം പ്രതീക്ഷിച്ച പല തെക്കേ ഇന്ത്യൻ, മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ BJPക്ക് 3-ാം ഊഴം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഏതാണ്ട് ഇതിൽ നിന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ഒരുപാട് വരേണ്ടതുണ്ട്. എത്ര ശതമാനം വോട്ട്, ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഇത് വിഭജിക്കപ്പെടുക. എന്തായാലും 300-ന് മീതെ കിട്ടിയാൽ 273 കിട്ടിയാൽ തന്നെ ഭരിക്കാമല്ലോ ഇന്ത്യ. അതുകൊണ്ടാണ് അവർ ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ വെച്ച് വരുന്നത്. വ്യത്യസ്തമായ എക്സിറ്റ് പോളുകളൊന്നും വന്നിട്ടില്ല, ഇനിയും ചിലത് വരാനുണ്ട്. നമുക്കറിയില്ല ഓൾ ഇന്ത്യ പിക്ചർ എത്രയാണ് എന്ന്, അത് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി വ്യക്തമാകും. പക്ഷേ ഇതൊക്കെ എക്സിറ്റ് പോൾ മാത്രമാണ്, തെരഞ്ഞെടുപ്പിലെ വോട്ട് റിസൾട്ട് അല്ല. നമുക്ക് 100% പറയണമെങ്കിൽ എക്സിറ്റ് പോൾ എന്നതിൽ നിന്ന് മാറി 4-ാം തീയതി വോട്ട് എണ്ണി ഏതാണ്ട് ഈ സമയമൊക്കെ ആവുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും ഈ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ നമുക്ക് പുതിയ ഗവൺമെൻറ് ഉണ്ടാകുന്ന ഇങ്ങനെയാണ് എന്ന് പറയാൻ കഴിയും. ഇന്ന് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം, നേതാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് 295 സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം ഭരിക്കുമെന്നാണ്. മാത്രവുമല്ല, ആദ്യം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഈ എക്സിറ്റ് പോളിന്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ പിന്നെ നിലപാട് മാറ്റി, അവർ പങ്കെടുക്കാമെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളിൽ നമുക്കറിയാം 2014, 2019 ഒക്കെ നടന്ന എക്സിറ്റ് പോൾ ശരിയായിരുന്നു അഖിലേന്ത്യാ തലത്തിലെങ്കിൽ തെറ്റി എക്സിറ്റ് പോളുകളും ഒരുപാടുണ്ട്, അത് നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു മാനിപ്പുലേറ്റഡ് എക്സിറ്റ് പോളാണ് എന്ന് പലരും സംശയിക്കുന്നുണ്ട്. നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് പങ്കെടുക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചത്. ഏതായാലും അവർ തീരുമാനം മാറ്റി, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ 4-ാം തീയതി വോട്ടുണ്ടെന്ന് നമുക്ക് ഏതാണ്ട് അറിയാലോ. അതുകൊണ്ട് ചർച്ച നടക്കട്ടെ, എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ വരട്ടെ, നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. ഈ പ്രാവശ്യം 400 എന്ന് NDA മുന്നണിയും പ്രധാനമന്ത്രിയും പല പ്രാവശ്യം ആവർത്തിച്ചിരുന്നു. ഏതായാലും ഇതുവരെ കാണുന്നത് 400 എത്തിയ ഒരു സർവേ ഫലവും കണ്ടിട്ടില്ല. 390 ഏറ്റവും കൂടിയ ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് തന്നെ 390 വരെ ആവാം എന്നാണ്. ഏതായാലും 350-നടുത്ത് NDAക്ക് സീറ്റ് കിട്ടുന്നുണ്ട് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇപ്പൊ 3-2 ഭൂരിപക്ഷം വേണമെങ്കിൽ 360 സീറ്റിൽ കൂടുതൽ വേണം. 3-2 ഭൂരിപക്ഷം അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നത് ഈ സർവേ വെച്ചാണ് ഞാൻ പറയുന്നത്, നമുക്ക് വിലയിരുത്തപ്പെടണം. ഇന്ത്യ സഖ്യം എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും പല സംസ്ഥാനങ്ങളിലും അവർ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
ഇപ്പൊ കർണാടകയിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് കിട്ടിയത്, മഹാരാഷ്ട്രയിൽ 3 സീറ്റാണ് കിട്ടിയത്. ഇത്തവണ അതൊക്കെ മെച്ചപ്പെടുത്തിയല്ലോ, മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ BJP മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വളർന്നിട്ടില്ല. BJP കുറെ കൂടി തന്ത്രപരമായി അതിൻ്റെ സഖ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് അനുകൂലമായിട്ടുണ്ടാവാം. പിന്നെ ഇന്ത്യ സഖ്യം തുടങ്ങിയതും വളരെ ലേറ്റ് ആയിട്ടാണ്. അതിലൊരു കാര്യമുണ്ട്. ഇന്ത്യ സഖ്യം ആദ്യം രൂപപ്പെടുന്നു, അതിൽ നിന്ന് നിതീഷ് കുമാർ പോകുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറാണ് NDAയിലേക്ക് പോകുന്നത്. പിന്നെ വ്യാപകമായും ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ ശക്തമായി ഇന്ത്യ മുന്നണിക്കെതിരായിരുന്നു. ആ അർത്ഥത്തിലും ഉണ്ട്. മോഡി ഒരു ശക്തനാണ്, മോഡിയാണ് വരാൻ പോകുന്നത്, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു എന്നാണ് നമുക്ക് ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ സർവേ നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്ന് എങ്കിലും നമുക്കിപ്പോൾ പറയാൻ പറ്റും.